ഇനി നമുക്ക് പോകേണ്ടത് ദീപാവലിക്ക് പിന്നാലെ ഡൽഹി. കാരണം ദീപാവലി എന്ന് പറയുന്നത് പടക്കം, ആഘോഷം അങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. പക്ഷെ അത് ഡൽഹിയിൽ വരുമ്പോഴത്തേക്ക് വലിയ വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ദീപാവലിക്ക് പിന്നാലെ ഡൽഹിയിലെ വായു മലിനീകരണം രൂക്ഷമാണ്. പല കേന്ദ്രങ്ങളിലും വായു ഗുണനിലവാര നിരക്ക് 500-ന് മുകളിലാണ്. ബലറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വരികയാണ്. ബലറാം, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ സിവിയർ പ്ലസ് വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് അടിച്ചു നോക്കി. നേരത്തെ സിവിയർ പ്ലസ്. അപ്പോൾ സിവിയർ പ്ലസ് ഈസ് എയർ ക്വാളിറ്റി ഈസ് കാറ്റഗറി ഇൻഡിക്കേറ്റിംഗ് ആൻ എക്സ്ട്രീംലി ഹൈ ലെവൽ എയർ പൊല്യൂഷൻ with an air quality index above 450. At this level, it is extremely hazardous and emergency measures such as halting constructions and banning heavy vehicles are implemented to protect public health. Extreme danger. ആകെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ബലറാം. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ഡൽഹിയിൽ ഈ ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം വായു ഗുണനിലവാര നിരക്ക് അതീവ മോശം അവസ്ഥയിലേക്ക്, അതായത് ഗുരുതര വിഭാഗം, ഈ കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചട്ടപ്രകാരം അതീവ ഗുരുതര വിഭാഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പല കേന്ദ്രങ്ങളിലും 500-ന് മുകളിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതായത് വായു ഗുണ നിലവാര നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഡൽഹി ITOയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെയാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഈ വായു ഗുണ നിലവാര സൂചിക ലൈവായി പ്രദർശിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ ബോർഡിൽ പ്രദർശനം നിർത്തിവെച്ചിരിക്കുന്നു. പല കേന്ദ്രങ്ങളിലും അതീവ മാരകമായ സാഹചര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോയിഡയിൽ 392 AQI, സെൻട്രൽ ഡൽഹിയിൽ 409 നമ്മളിപ്പോൾ കാണുന്ന ഈ ITO ഉൾപ്പെടെയുള്ള പ്രദേശം സെൻട്രൽ ഡൽഹി മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ആനന്ദ് വിഹാറിൽ 500, രോഹിണിയിൽ 500, പഞ്ചാബി ബാഗിൽ 899, 900-ന് തൊട്ടടുത്താണ് AQI രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാരായണ, അത് വ്യവസായ മേഖലയാണ്, അവിടെ 611 എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആളുകൾക്ക് മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത, ശ്വാസം മുട്ടുന്ന ഒരു സാഹചര്യം ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നു ദീപാവലി ആഘോഷത്തെ തുടർന്ന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തവണ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഹരിത പടക്കങ്ങൾ പൊട്ടിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു. എന്നാൽ മാർക്കറ്റിൽ അതിനപ്പുറത്തേക്ക് സാധാരണ പടക്കങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കാരണം ഹരിത പടക്കങ്ങൾക്ക് വലിയ ദൗർലഭ്യം അനുഭവപ്പെട്ടിരുന്നു. കിട്ടാനില്ലാത്തതും വില കൂടിയതുമായ സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിലെല്ലാം തന്നെ ഡൽഹിയുടെ എല്ലാ മേഖലകളിലും പടക്കങ്ങൾ വലിയ തോതിൽ തന്നെ പൊട്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ശബ്ദങ്ങളുമാണ് കേട്ടത്. ഇപ്പോഴും പലയിടത്തും പടക്കങ്ങൾ പൊട്ടിക്കുന്നത് തുടരുന്നുണ്ട്. എന്നാൽ അത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ഡൽഹിയിൽ ഗ്രാപ്പ് 2 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ഈ ഗ്രാപ്പ് 2 നിയന്ത്രണങ്ങൾ അനുസരിച്ച് വിറക്, കൽക്കരി എന്നിവ കത്തിക്കാനാകില്ല. കൂടാതെ ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കാം. കാരണം ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോയ ഘട്ടത്തിൽ അടിയന്തര യോഗം ചേർന്ന് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. നിലവിൽ തന്നെ ഡൽഹിയിൽ പലയിടത്തും വാട്ടർ സ്പ്രിംഗ്ലറുകൾ ഉപയോഗിച്ച് വെള്ളം തളിക്കുന്നുണ്ട്. ഗുരുതര സാഹചര്യമുള്ള പൊതു മേഖലകളിൽ അതെല്ലാം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതീവ മാരകമായ ഒരു സാഹചര്യം ഡൽഹിയിൽ തുടരുന്നു. ആളുകൾ പൊതു ഇടങ്ങളിൽ, അതായത് തുറസായ ഇടങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കി വീടുകളിൽ തന്നെ തങ്ങാനുള്ള നിർദ്ദേശം ആരോഗ്യ വിദഗ്ധർ നൽകിയിട്ടുണ്ട്. ആളുകൾക്ക് പലർക്കും, പ്രത്യേകിച്ച് ഡൽഹിയിൽ എത്തുന്ന യാത്രക്കാർക്ക് ഉൾപ്പെടെ ശ്വാസതടസ്സം, കണ്ണെരിച്ചിൽ, മൂക്കെരിച്ചിൽ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ ഒരു ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. ഹാഷ്മി, ക്രിസ്റ്റീന. ബലറാം, മാസ്ക് വെക്കണ്ടേ എന്ന് പറഞ്ഞാൽ മൂക്കിനകത്തൊക്കെ ഒരു എരിയുന്ന പോലെ തോന്നുന്നുണ്ടോ? ആ പ്രശ്നം കേട്ടോ, ആകെ പ്രശ്നം. ഈ സമയമൊക്കെ വലിയ പ്രശ്നം. അത് ഒരു പരിഹാരം എന്തുവാ? ഹഷ്മി, സാധാരണ രീതിയിൽ ഡൽഹിയിൽ വായുമലിനീകരണം ഇത്രത്തോളം ഗുരുതരമായി തന്നെ കുതിച്ചുയരാറുണ്ട്. എന്നാൽ ഇത്തവണ കുറച്ചൊരു ആശ്വാസമുണ്ടായിരുന്നത് ശക്തമായ മഴ ലഭിച്ചതിനെ തുടർന്നായിരുന്നു. ദീപാവലിയോടനുബന്ധിച്ചാണ് കുതിച്ചുയർന്നത്. സാധാരണ രീതിയിൽ ആളുകൾ മാസ്ക് വെച്ച് മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുന്നു എന്ന സാഹചര്യമുണ്ട്. ഞാനും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സംസാരിക്കുമ്പോൾ പ്രശ്നമുള്ളത് കാരണം തൽക്കാലത്തേക്ക് മാസ്ക് ഊരി വച്ചിരിക്കുകയാണ്. മാസ്ക് അടക്കമുള്ള നിയന്ത്രണങ്ങൾ, കൂടാതെ വാഹനങ്ങൾ നിയന്ത്രണം, കൂടാതെ പുറമെ നിന്നുള്ള ഗുഡ്സ് വാഹനങ്ങൾക്ക് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം അടക്കമുള്ള നിയന്ത്രണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കൊണ്ടുവന്നാണ് ഈ മലിനീകരണം വലിയൊരു പരിധിവരെ കുറച്ചത്. അത്തരം നിയന്ത്രണങ്ങളിലേക്ക് ഇത്തവണയും പോയേക്കും എന്ന് തന്നെയാണ് വളരെ പെട്ടെന്ന് കുതിച്ചുയർന്ന ഈ ഒരു വായുഗുണ നിലവാര നിരക്ക് അല്ലെങ്കിൽ വായു മലിനീകരണം വ്യക്തമാക്കുന്നത്. ഹഷ്മി, ക്രിസ്റ്റീന.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.